അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടം നേടാൻ നമുക്ക് ഉപകരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട 3 കാര്യങ്ങൾ. ഒന്നാമത്തേത് തഖിയായിരിക്കണം, അഥവാ തഖ്വയുള്ളവനായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുന്ന, രഹസ്യത്തിലും പരസ്യത്തിലും അവൻ കാണുന്നുണ്ട് എന്ന ബോധത്തിൽ ജീവിക്കുന്ന, അവന്റെ കൽപ്പനകൾ അനുസരിക്കുന്ന, അവന്റെ വിരോധനങ്ങൾ ഒഴിവാക്കുന്ന ആളുകളായിരിക്കണം നാം ഓരോരുത്തരും. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, തഖ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിയൽ ഖൗഫു മിനൽ ജലീൽ, മഹാനായ മഹത്തരമായിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെടുക എന്നുള്ളതാണ്. വൽ അമലു ബിത്തൻസീൽ, ഇറങ്ങിയിട്ടുള്ള അല്ലാഹുവിന്റെ ദീൻ അനുസരിച്ച്, അല്ലാഹുവിന്റെ നിയമവ്യവസ്ഥകൾ അനുസരിച്ച് അല്ലാഹുവിനെ കർമ്മം ചെയ്യുക എന്നുള്ളതാണ്. വൽ ഖനാഅതു ബിൽ ഖലീൽ, കുറഞ്ഞതുകൊണ്ട് തൃപ്തിപ്പെടുക എന്നുള്ളതാണ്. വൽ ഇസ്തിഅദാദു ലിയൗമിർ റഹീൽ, യാത്ര പോകേണ്ട, പരലോകത്തേക്കുള്ള യാത്ര തിരിക്കേണ്ട ആ ലോകത്തിന് വേണ്ടി ഒരുങ്ങുക എന്നുള്ളതാണ് തഖ്വ എന്ന് പറഞ്ഞത് കാണാം. അത് സഹോദരങ്ങളെ നാം പരിശോധിക്കണം. നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളമാണ് നമുക്ക് അല്ലാഹുവിനോട് തഖ്വ കാണിക്കാൻ സാധിക്കുന്നത് എന്നുള്ളത്. സഹാബി ശ്രേഷ്ഠനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു തഖ്വയെ പറ്റി പറഞ്ഞു, തമാമുത് തഖ്വ അയ്യത്തഖിയല്ലാഹൽ അബ്ദു ഹത്താ യത്തഖീഹ് മിൻ മിസ്ഖാലി ദർറത്തിൻ. തഖ്വയുടെ പൂർത്തീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരടിമ തന്റെ റബ്ബിനെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ, ഏറ്റവും നിസ്സാരമായ വളരെ ചെറിയ കാര്യങ്ങളിൽ പോലും അല്ലാഹുവിനെ സൂക്ഷിക്കുന്നതാണ്. വഹത്താ യത്രുക ബഅദ മാ യറാ അന്നഹു ഹലാൽ, അവൻ അങ്ങനെ ആ സൂക്ഷിക്കുന്നതിലൂടെ ഹലാലായി അവൻ കണ്ടിട്ടുള്ള ചില കാര്യങ്ങൾ പോലും അവൻ ഒഴിവാക്കുന്ന അവസ്ഥയിലെത്തും. ഖശിയത അൻ യകൂന ഹറാമൻ, അത് ഹറാമിലേക്ക് എത്തിച്ചേരുമോ, അല്ലെങ്കിൽ ഹറാമിൽ എന്നെ വീഴ്ത്തിക്കളയുമോ എന്നുള്ള ഭയം കൊണ്ട് ഹലാലിൽ പോലും ചിലത് വിട്ടുകളയുന്ന അവസ്ഥയിൽ അവൻ എത്തിച്ചേരും. അപ്പോഴാണ് ഒരാൾ തഖ്വയുടെ പൂർത്തീകരണത്തിൽ എത്തുന്നത് എന്ന് അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറയുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹുവിനെ സൂക്ഷിക്കുന്ന തഖ്വയുള്ള അടിമകളായി നാം മാറണം.